മക്കൾ നീതി മയ്യത്തിലൂടെ തമിഴ്നാടിൻ്റെ പ്രതിപക്ഷ നേതാവും പിന്നീട് MGRൻ്റെയും കരുണാനിധിയുടെയും പാതയിലൂടെ തമിഴ്നാടിൻ്റെ മുതലമൈച്ചർ പദവിയും ലക്ഷ്യമിട്ട നേതാവാണ് കമലഹാസൻ. എന്നാൽ സിനിമയോളം എളുപ്പമല്ല രാഷ്ട്രീയമെന്ന് കമലഹാസൻ തുടക്കത്തിലേ മനസ്സിലാക്കി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഓഫർ ഉണ്ടായിട്ടും അതൊഴിവാക്കുമ്പോൾ DMK ഒരു ഓഫർ വച്ചിരുന്നു. അതിപ്പോൾ ഔദ്യോഗികമായിരിക്കുകയാണ്. DMK ടിക്കറ്റിലൂടെ അടുത്ത മാസം രാജ്യസഭയിലേക്ക് പ്രവേശിക്കുകയാണ് ഉലകനായകൻ. ഒറ്റയ്ക്കുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഗുണാക്കേവിൽ വീണുപോയ കമൽ ഇനി ഇന്ത്യ സഖ്യത്തിന്റെ ശബ്ദമായി ഇന്ദ്രപ്രസ്ഥത്തിലുണ്ടാവും. സക്സസ് ആകുമോ കമലിന്റെ രണ്ടാം ഇന്നിംഗ്സ്? ആദ്യം RDX റാം. അടുത്ത മാസം തമിഴ്നാട്ടിൽ രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്ന 6-ൽ 4 സീറ്റുകളിൽ DMKയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് MPമാരെ ജയിപ്പിക്കാനാകും. ഇതിലൊന്ന് കമൽഹാസൻ എന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്തെ ഉണ്ടാക്കിയ ധാരണയാണ്. മത്സരത്തിൽ നിന്ന് മാറിയ കമലിന്റെ മക്കൾ നീതി മയ്യത്തിന് അന്ന് DMK നൽകിയ ഉറപ്പാണത്. കമൽഹാസന്റെ രാഷ്ട്രീയ പരീക്ഷണമായിരുന്ന മക്കൾ നീതി മയ്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാര്യമായ ചലനമുണ്ടാക്കിയിരുന്നില്ല. DMK, കോൺഗ്രസ്, CPIM അടക്കം സഖ്യകക്ഷികളോടെല്ലാം അടുപ്പം സൂക്ഷിക്കുന്ന കമൽഹാസൻ ഏൻ വഴി തനി വഴി എന്ന നയം നേരത്തെ വിട്ടിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇന്ത്യ സഖ്യത്തോടുള്ള അനുഭാവം പ്രഖ്യാപിക്കുകയും ചെയ്തു. വിജയുടെ TVK കൂടി കളത്തിലിറങ്ങിയതോടെ മക്കൾ നീതിമയത്തിന്റെ പ്രവർത്തനം നാമമാത്രമാണ്. വിവിധ തെരഞ്ഞെടുപ്പുകളിലെ പരാജയങ്ങളെ തുടർന്ന് പല പ്രധാന ഭാരവാഹികളും പാർട്ടി വിടുകയും ചെയ്തു. BJPയോടുള്ള എതിർപ്പ് തുറന്ന് പ്രകടിപ്പിക്കുന്ന കമൽഹാസന്റെ താരപരിവേഷം കൂടി ദേശീയ തലത്തിൽ ഉപയോഗിക്കുകയാണ് DMKയുടെ ലക്ഷ്യം. RDX റാപ്പ്, ന്യൂസ് മലയാളം. മക്കൾ നീതി മയ്യം എന്ന രാഷ്ട്രീയ പരീക്ഷണമാണ് കമലഹാസൻ നടത്തിയത്. 2018 ഫെബ്രുവരി 21 മധുരയിൽ വെച്ച് മക്കൾ നീതി മയ്യം പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ നീതി കേന്ദ്രം എന്നാണ് പാർട്ടിയുടെ പേരിൻ്റെ അർത്ഥം. ദ്രാവിഡ പ്രത്യയശാസ്ത്ര മധ്യ ഇടത് രാഷ്ട്രീയ ധാരയിലാണ് എന്ന് പ്രഖ്യാപിച്ചു. അന്ന് പറഞ്ഞത് ഇനി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എന്നാണ്. ഒരു മുന്നേറ്റമൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ എല്ലാ സീറ്റിലേക്കും MNM മത്സരിച്ചു. ഒരു സീറ്റിൽ പോലും വിജയിച്ചില്ലെങ്കിലും പലയിടത്തും മികച്ച വോട്ട് ശതമാനം നേടി. കോയമ്പത്തൂരിൽ 1.5 ലക്ഷത്തോളം വോട്ട് നേടി ശക്തി തെളിയിച്ചു. കോയമ്പത്തൂരിന് പുറമെ ചെന്നൈ, മധുര എന്നീ നഗരങ്ങളിലും മുന്നേറ്റമുണ്ടാക്കി. നിയമസഭയിൽ പക്ഷേ തിരിച്ചടിയായിരുന്നു. 2021 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കമലഹാസൻ തോറ്റു. കോയമ്പത്തൂർ സൗത്തിൽ BJP സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് 1500 വോട്ടിനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MNM മത്സരിച്ചത് ആകെ 183 സീറ്റുകളിൽ. പക്ഷേ ഒരു സീറ്റിൽ പോലും മക്കൾ നീതി മയ്യം സ്ഥാനാർത്ഥികൾ ജയിച്ചില്ല. കമൽഹാസനെ തോൽപ്പിക്കാൻ DMK കരുനീക്കിയെന്ന് അഭ്യൂഹം ഉയർന്നിരുന്നു. കമൽ ജയിച്ച് ഒറ്റയാൻ പ്രതിപക്ഷമാകുന്നത് DMK ആഗ്രഹിച്ചില്ല എന്നായിരുന്നു വ്യാഖ്യാനം. കടുത്ത BJP വിമർശകനാണ് കമൽഹാസൻ. BJP സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ നിതാന്ത വിമർശകനാണ്. മക്കൾ നീതി മയ്യത്തിൻ്റെ ആശയാവിഷ്കാരം തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ്. ഇടതിൻ്റെ സഖാവ് കൂടിയാണ്. CPIM അടക്കമുള്ള ഇടത് പാർട്ടികളുമായി കമലഹാസനുള്ളത് അടുത്ത ബന്ധമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സൂക്ഷിക്കുന്നത് അടുത്ത സൗഹൃദമാണ്. മക്കൾ നീതി മയ്യം രൂപീകരണത്തിന് മുമ്പും ശേഷവും പിണറായി വിജയനെ പോയി കണ്ടിരുന്നു. കേരള മോഡൽ വികസന കാഴ്ചപ്പാടിനെ കമലഹാസൻ പലവട്ടം പ്രശംസിച്ചിട്ടുമുണ്ട്. എന്നാൽ അതേസമയം കോൺഗ്രസിൻ്റെയും കൂട്ടുകാരനാണ് കമലഹാസൻ. രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമായും കമൽ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു. MNM രൂപീകരണ ശേഷം ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയെയും കണ്ടു. 2022 ഡൽഹിയിൽ വെച്ച് ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തു. യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ സംഭാഷണം രാജ്യശ്രദ്ധയെ ആകർഷിച്ചു. പക്ഷേ ഇനി തേർതൽ അരസിയലിനില്ല എന്നതും നിലപാടാണ്. വിക്രം സിനിമ മെഗാ ഹിറ്റ് ആയതിന് പിന്നാലെയാണ് സിനിമയിലേക്ക് സജീവമായി മടങ്ങുമെന്ന പ്രഖ്യാപനമുണ്ടായത്. ഇതിനിടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിന്റെ ഭാഗമാകാൻ DMKയുടെ ഓഫറും വന്നു. കോയമ്പത്തൂർ സീറ്റ് നൽകിയേക്കുമെന്ന വാർത്ത പരന്നെങ്കിലും ഇനിയൊരു അംഗത്തിനില്ല എന്ന നിലപാടിലായിരുന്നു കമൽഹാസൻ. നിയമസഭയിലേക്കില്ല, പകരം രാജ്യസഭാ സീറ്റ് മതി എന്ന് MK സ്റ്റാലിനെ നേരിൽ കണ്ടറിയിച്ചു. വിജയുടെ വരവ് വിജയ് തമിഴ് വെട്രി കഴകം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സജീവ രാഷ്ട്രീയ പദ്ധതികളെ അതൊക്കെ പിന്നോട്ടടിച്ചു. ശേഷം BJPക്ക് ബദൽ ഇന്ത്യ സഖ്യം എന്ന നിലപാടിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. സനീഷ്, ഇതിൽ എല്ലാ കാലത്തും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ശക്തമായി BJP വിരുദ്ധ നിലപാട് തന്നെയാണ് കമൽഹാസൻ സ്വീകരിക്കുക. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപന ഘട്ടത്തിൽ തന്നെ വലിയ വിവാദം ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒരു ഭീകരവാദിയാണ്, ആദ്യമുണ്ടായ ഭീകരവാദി ഒരു ഹിന്ദുവാണ്, അയാൾ നാഥുറാം വിനായക് ഗോഡ്സെയാണ് എന്ന് പ്രഖ്യാപിച്ചു. അതിന് കമൽഹാസനെതിരെ കേസുമൊക്കെ ഉണ്ടായി. തീവ്ര ഹിന്ദുത്വവാദികൾ കേസ് കൊടുക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശത്തിൽ ഏറ്റവും
ശക്തമായ ചില വാക്കുകൾ ആ മട്ടിലൊക്കെയാണ് ആദ്യഘട്ടത്തിൽ വന്നത്. അതിനുശേഷം ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഈ ത്രിഭാഷ പദ്ധതിയുമൊക്കെയായി ബന്ധപ്പെട്ട് ശക്തമായ ഭാഷ, ഒരുപക്ഷെ സ്റ്റാലിനേക്കാൾ കടുത്ത ഭാഷയിലാണ് കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നത്. അപ്പോൾ ശക്തമായ ഒരായുധം, തരക്കേടില്ലാത്ത ഒരായുധം, പ്രത്യേകിച്ച് വിജയ് അപ്പുറത്തൊക്കെ വരുമ്പോൾ അതിനെതിരെ ഈ മുന്നണിക്കുള്ളിൽ ശക്തമായ ഒരായുധം ഉണ്ടാവട്ടെ എന്ന് സ്റ്റാലിനും കരുതിയിട്ടുണ്ടാവും. എങ്ങനെയാണ് കമൽഹാസൻ്റെ ഈ ഡൽഹിയിലേക്കുള്ള യാത്രയെ കാണുന്നത്? ഇതിലിപ്പോൾ ആദ്യം തന്നെ നടനാണല്ലോ മൂപ്പർ, അക്കാര്യം പറഞ്ഞു പോകണല്ലോ. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 3 നടന്മാരിൽ ഒരാളാണ് കമൽഹാസൻ. മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ. പിന്നെ 2 ആളുകൾ രജനീകാന്തും ഷാറൂഖ് ഖാനും അതിൻ്റെ പിന്നിലേ വരും. കമൽഹാസൻ ഈ 3ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 3ൽ എവിടെയായിട്ട് നിൽക്കുന്ന ആളാണ്. എല്ലാവർക്കും അതെ, പലർക്കും അതെ. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഗംഭീരനായിട്ടുള്ള ആക്ടറാണെന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ മൂപ്പർ വീക്കായിരുന്നു നമുക്കറിയാം. പക്ഷേ രാഷ്ട്രീയ സ്ഥിരത എന്ന വലിയൊരു ക്വാളിറ്റിയുള്ള ആളാണ് കമൽഹാസൻ. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരിടത്തും ജയിച്ചിട്ടില്ല. 2.5% വോട്ടാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ആകപ്പാടെ തമിഴ്നാട്ടിൽ കിട്ടിയത്. വലിയ മത്സരം നടക്കുന്നിടത്ത് എല്ലായിടത്തും പോയിട്ട് 2.5% മാത്രമാണ് വോട്ട്. പക്ഷേ രാഷ്ട്രീയ സ്ഥിരത, എപ്പോഴും ഇടതുപക്ഷക്കാരനാണ് എക്കാലവും, വലതുപക്ഷ വിരുദ്ധനാണ് എക്കാലത്തും. അതായത് അദ്ദേഹത്തെ പോലെ ഇടതുപക്ഷക്കാരനെന്ന് കാണിച്ചിരുന്ന പല സെലിബ്രിറ്റികളും നരേന്ദ്രമോദിയുടെ വമ്പൻ വരവോടെ അതിനുശേഷം അവർ തുടരുന്നുവെന്ന് കണ്ടതോടെ കാലിടറിയിട്ട് ഒരല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങിയ കാലത്ത് പോലും കമൽഹാസന് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അത് വളരെ ഒരു ആശയപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള, വളരെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള, വലിയ വായനയും ലോകവീക്ഷണമൊക്കെ വെച്ചുകൊണ്ടുള്ള അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള വലതുപക്ഷ വിരുദ്ധതയും ഇടതുപക്ഷ അനുകൂല നിലപാടുമാണ് കമൽഹാസനുള്ളത്. അദ്ദേഹം സംസാരിക്കുമ്പോഴൊക്കെ നമുക്കറിയാം ഒരിക്കൽ പോലും അദ്ദേഹം അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ രാഷ്ട്രീയ സ്ഥിരതയുടെ മറ്റൊരു കാര്യം, അദ്ദേഹത്തോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം മത്സരിക്കാതിരുന്നതിന് കാരണമായിട്ട് ഞാനിപ്പോൾ ഒരു ലേഖനത്തിൽ കണ്ടത്, DMKയുടെ ചിഹ്നത്തിൽ മത്സരിക്കാമോ എന്നൊരു സജഷൻ വന്നത്രേ. ഉദയസൂര്യനല്ലേ അവരുടെ ചിഹ്നം, ആ ചിഹ്നത്തിൽ മത്സരിക്കാമെന്ന് പറ്റില്ല, എൻ്റെ ടോർച്ചിലാണെങ്കിൽ ഞാൻ മത്സരിക്കാമെന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് വായിച്ചു കേട്ടത്. അപ്പോൾ അങ്ങനെ സ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നൊരു പരിപാടിയിലേക്ക് കമൽഹാസൻ പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവരെ ഉണ്ടായിരുന്ന കമൽഹാസനെ അല്ല, പക്ഷേ പാർലമെൻറ്റിലേക്ക് പോയാൽ കാണാനിടയുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അത് രാജ്യത്തിൻ്റെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ മേഖലയിൽ ഒരു സുപ്രധാനമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്നത്, പ്രത്യേകിച്ച് താരതമ്യങ്ങൾ അങ്ങനെ മറ്റു തരത്തിലില്ലെങ്കിലും, ജോൺ ബിട്ടാസിനെയാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ജോൺ ബിട്ടാസ് പോയിട്ടാണ് ഇപ്പോൾ അവിടെ വലിയ ഇടതുപക്ഷത്തിൻ്റെ വളരെ ചെറിയ സാന്നിധ്യം മാത്രം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ള ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും വലിയ വോയിസായിട്ട് ജോൺ ബിട്ടാസ് അവിടെ മാറി ഇല്ലേ. അത് ജോൺ ബിട്ടാസിൻ്റെ സവിശേഷമായിട്ടുള്ള കഴിവുകൊണ്ട് മാത്രമല്ല, വലതുപക്ഷം വല്ലാതെ ഇങ്ങനെ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുള്ള പ്രാധാന്യം കൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു ഓറ വരുന്നത്. മാത്രമല്ല, അത് അദ്ദേഹത്തിനുള്ള ആ ഡെലിവറി, അദ്ദേഹത്തിൻ്റെ ആ ഭാഷയിലുള്ള ഡെലിവറി, ജോൺ ബിട്ടാസിൻ്റെ മുഖത്ത് കാണുന്ന വലിയ കോൺഫിഡൻസ് നമ്മൾ കഴിഞ്ഞ സാന്തിഷിൻ്റെ യൂട്യൂബ് ചാനലിൽ അഭിമുഖത്തിൽ കണ്ടല്ലോ. അത് തന്നെയായിരിക്കും അതേക്കാൾ കൂടിയ അളവിൽ ഒരുപക്ഷേ കമൽഹാസൻ്റെ ഭാഗത്തുണ്ടാകാൻ പോകുന്നത് എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കാരണം 70 വയസ്സിൻ്റെ കമൽഹാസന്, അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ നിന്നുകൊണ്ട് പതിറ്റാണ്ടുകൾ കണ്ടുകൊണ്ടുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു 10-12 വയസ്സ് തൊട്ട് അദ്ദേഹം സിനിമയിലുണ്ട്, ചെറിയ പ്രായം തൊട്ട് സിനിമയിലുണ്ട്, വളരെ ടോപ്പ് ലെയറിലാണ്. സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്, പക്ഷേ അദ്ദേഹത്തിന് എല്ലാ ഭാഷയും ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ ധാരണ, ലോകത്തെക്കുറിച്ച് അപ്പാടെ തന്നെയുണ്ട്. ഇടതുപക്ഷക്കാരോട് ഇവിടെയൊക്കെ വലിയ ബന്ധമുണ്ട്. അപ്പോൾ നല്ല ഭാഷയിൽ പാർലമെൻറ്റിൽ പോയിട്ട് ആ സവിശേഷമായിട്ട് ലോകത്തെവിടെ നിന്നുള്ള ആരാധകർക്കും കേട്ടാൽ ഉടൻ മനസ്സിലാകുന്ന ആ ശബ്ദത്തിൽ സംസാരിക്കാൻ ഉറച്ച രാഷ്ട്രീയ ജാഗ്രതയും പ്രത്യയശാസ്ത്ര അടിത്തറയുമുള്ളൊരു നേതാവ് അങ്ങോട്ടേക്ക് പോകുന്നു. പാർലമെൻറ്റ് സ്വാഭാവികമായിട്ടും കമൽഹാസനെ പാർലമെൻറ്റിനകത്ത് കാണുക എന്നത് വളരെ രസകരമായൊരു കാര്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ആദ്യകാലങ്ങളിൽ എന്ന പോലെയല്ല, വിജയമുണ്ടാക്കുന്നൊരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്ന തോന്നൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യ മുന്നണിക്ക് വളരെ ശക്തനായിട്ടൊരു വക്താവായിരിക്കും, വോക്കലി വളരെ ശക്തനായിട്ടൊരു വക്താവായിരിക്കും കമൽഹാസൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും അദ്ദേഹം രാഷ്ട്രീയക്കാർക്ക്, സ്ഥിതപ്രജ്ഞതയുള്ള രാഷ്ട്രീയക്കാർക്കുള്ളതിൽ നിന്നുള്ള ചില ഇടർച്ചകൾ ഉണ്ടാകാറുണ്ട് എന്നതും കൂടെ നമ്മുടെ മുന്നിലേക്ക് പല സന്ദർഭങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പാർലമെൻറ്റിലേക്ക് പോയിട്ട് തമിഴ്നാട്ടിലും സൗത്തിലാകെ തന്നെയും ഹിന്ദി ബെൽറ്റിലും ഒക്കെ പോയിട്ട് സംസാരിക്കുന്ന കമൽഹാസൻ വളരെ ശക്തനായിട്ടുള്ളൊരു നേതാവായിരിക്കും. നമ്മൾ ഇതുവരെ കണ്ട കമൽഹാസനായിരിക്കില്ല, ഇതുവരെ കണ്ട രാഷ്ട്രീയക്കാരനായ കമൽഹാസനായിരിക്കില്ല. പാർലമെൻറ്റിനകത്ത് പോയിട്ട് തിരിച്ചു വരുന്ന രാഷ്ട്രീയക്കാരനായ കമൽഹാസൻ അദ്ദേഹം ചിലതൊക്കെ ചെയ്യും എന്നാണ്. തീർച്ചയായും. അതായത് ഇതുവരെ കമൽഹാസൻ രാഷ്ട്രീയത്തിലേക്ക് വരികയും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷമുള്ള യാത്രയിൽ
ഏറ്റവും സൂക്ഷ്മമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത ഒരാൾ സ്റ്റാലിൻ കൂടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കമലഹാസൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി വരുന്നു, അത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ആദ്യം നോക്കുന്നു, അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണെന്ന് നോക്കുന്നു, അതിനുശേഷം എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിനുവേണ്ട ഇടപെടൽ നടത്തുന്നു. ആ കാര്യത്തിൽ ഒരുപക്ഷെ കമലഹാസനെ കോയമ്പത്തൂരിൽ തോൽപ്പിച്ചതിൻ്റെ പഴിയടക്കം DMK പേർന്നുണ്ടെന്നുള്ളത് ഓർക്കണം. ആ കാര്യത്തിൽ സ്വാഭാവികമായും സംശയിക്കാവുന്നതാണ് തന്ത്രപരമായി അങ്ങനെ ഒരു നിലപാട് DMK അവിടെ സ്വീകരിച്ചിട്ടുണ്ടാവാമോ എന്നത്. എന്തായാലും ഇപ്പോൾ ഈ സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ ഒരു ഉറച്ച രാഷ്ട്രീയ ബോധ്യമുള്ള, എല്ലാ കാലത്തും അതിൽ ഉറച്ചു നിന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കമലഹാസൻ പാർലമെൻറ്റിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് കാത്തിരിക്കുകയാണ് ഞാനും. അത് നേരത്തെ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഒരു ചെറിയ സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ അത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരവാദി ഒരു ഹിന്ദുവാണ്, അയാളുടെ പേര് നാഥുറാം വിനായക് ഗോഡ്സെ ആണ്. അതെ, അത് ആവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്, അത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ആ നിലപാട് അന്ന് ആ സിനിമ വന്ന കാലത്തും ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ വേറൊരു കാര്യം, അദ്ദേഹം ഈ വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനമുണ്ടല്ലോ, വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വിജയോട് രാഷ്ട്രീയത്തിൽ വരണമെന്ന് ആദ്യം പറഞ്ഞത് കമലഹാസനാണ്. വിജയിയോട് രാഷ്ട്രീയത്തിൽ അതിന് കാരണം കൂടിയുണ്ട്. അതായത് കമലഹാസൻ പറയുന്നത് ഞാൻ 70 വയസ്സിലാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും പ്രായമായതിനു ശേഷം, വൈകി 70 വയസ്സിലല്ല, 63 വയസ്സിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നു. അപ്പോൾ വിജയ് പറയുന്നത് ഞാൻ 20 വർഷം മുമ്പ് വരേണ്ടതായിരുന്നു, ഞാൻ 20 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു വിജയമായതിനെ. തൽക്കാലം ഞാൻ പരാജയമാണെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട് കമലഹാസൻ. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം ഈ പാർട്ടിയുടെ വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഈ വർഷം നമ്മുടെ പാർട്ടിയുടെ ശബ്ദം പാർലമെൻറ്റിൽ മുഴങ്ങും, അടുത്ത വർഷം നിയമസഭയിൽ മുഴങ്ങുന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ഡീൽ എന്ന് പറയുന്നത് കമലഹാസൻ്റെ യാത്ര മാത്രമായിരിക്കില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് സീറ്റുകൾ ഉണ്ടാവും, ആ പാർട്ടി പ്രവർത്തകർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രചാരണ രംഗത്ത് DMK മുന്നണിക്ക് ഒരു കുന്തമുന തന്നെയായിരിക്കും കമലഹാസൻ. അഡീഷണൽ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, അതായത് CPIM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഫോൺ ചെയ്താൽ ഫോൺ തെളിഞ്ഞാൽ ഫോൺ എടുക്കുന്ന ആളാണ് കേട്ടോ കമലഹാസൻ. സീരിയസ്ലി, ഇപ്പോഴല്ല, അദ്ദേഹം വളരെ സൂപ്പർ താരമായിരുന്ന കാലത്ത് അവിടുത്തെ ഓഫീസിലെ ലാൻഡ് ഫോണിൽ നിന്ന് ഓഫീസ് സെക്രട്ടറി വിളിച്ചാൽ ആ നമ്പർ തെളിഞ്ഞാൽ കമലഹാസൻ ഫോൺ എടുക്കുന്ന ബന്ധം അവരുമായിട്ടുണ്ട്. സീരിയസ്ലി. എന്തായാലും കലാ, സിനിമ, കായിക മേഖലകളിൽ നിന്ന് ഒരുപാട് പേർ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. കോൺഗ്രസും BJP-യും മറ്റ് പാർട്ടികളും ഒരുപാട് കലാകാരന്മാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും എല്ലാം എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം പേരും അതിനെ ഒരു ആലങ്കാരിക പദവി എന്ന നിലയിലാണ് കണ്ടത്. കമലഹാസന്റെ വരവ് ആ ശ്രേണിയിലേക്ക് ആകില്ല എന്ന് RDX ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. ജനാധിപത്യ മതേതര നിലപാടുകളിൽ എക്കാലവും ഉറച്ചു നിന്ന കലാകാരൻ എന്ന നിലയിൽ കൂടി അടയാളപ്പെട്ട സാമൂഹിക ജീവിയാണ് കമലഹാസൻ. സിനിമയിലും തിരക്കഥയിലും കവിതയിലും നിലപാടിലും അത് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കമലഹാസൻ എന്ന സൂപ്പർ താരം ജനാധിപത്യം, മതേതരത്വം, ഫെഡറലിസം, ഭരണഘടന എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു അധിക വെയിറ്റേജ് ഉണ്ട്. ആ പറയുന്നത് പാർലമെൻറ്റിലായാൽ അതിലും അധിക വെയിറ്റേജ് ഉണ്ടാകും. ഇതേവരെ ഉയർത്തിയ ശബ്ദം പാർലമെൻറ്റിലും ആവർത്തിക്കാൻ കമലഹാസന് സാധിക്കട്ടെ എന്ന് RDX ആശംസിക്കുന്നു.